ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ചിത്രകലയുടെ കരുത്ത് പ്രയോജനപ്പെടുത്തി ഒരു കൂട്ടം കുരുന്നുകൾ വർണ്ണചാർത്ത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ നേതൃത്വത്തിലാണ് ലഹരിവിരുദ്ധ സന്ദേശവുമായി ചിത്രകല സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം നിയമസഭയ്ക്ക് മുന്നിലായിരുന്നു ലഹരിക്കെതിരെയുള്ള ചിത്രകലാ പ്രദർശനം. തിരുവനന്തപുരം മണക്കാട് പ്രവർത്തിക്കുന്ന വർണ്ണചാർത്തിന്റെ നേതൃത്വത്തിലാണ് തൂഫാന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ലഹരിക്കെതിരെ ചിത്രകല സംഘടിപ്പിച്ചത്. കുട്ടികളിലും യുവാക്കളിലും ശക്തമായ സന്ദേശം എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. വർണ്ണചാർത്തിന്റെ സ്ഥാപകനും അധ്യാപകനുമായ നാഗരാജന്റെ നേതൃത്വത്തിലായിരുന്നു ചിത്രകല. വരും ദിവസങ്ങളിലും സംസ്ഥാനത്തുടനീളം വിപുലമായ രീതിയിൽ ലഹരി വിരുദ്ധ ചിത്രകലാ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നാഗരാജൻ പറഞ്ഞു. ഇത് ഏകദേശം ഇപ്പോൾ എൻ്റെ വീടെന്ന് പറഞ്ഞാൽ സ്വദേശം ശ്രീവരാങ്കാലനാണ്. അത് ഞാനിപ്പോൾ നടത്തുന്ന മണക്കാട് കേന്ദ്രീകരിച്ചാണ്. 10 വർഷമായി തുടങ്ങിയിട്ട്. ഇങ്ങനെ എൻ്റെ കീഴിൽ ഒരു 10-100 പിള്ളേർ മണക്കാട് സെൻറ്ററിൽ തന്നെ ഉണ്ട്. വിവിധ സ്കൂളിലെ കുട്ടികൾ 100-ൽ പരം കുട്ടികൾ ചെറുത് തൊട്ട് LKG മുതൽ 10ാം ക്ലാസ് +2 വരെയുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. 80-ലേറെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിലെ 50-ലധികം കുട്ടികളാണ് ചിത്രകലയിൽ പങ്കാളികളായത്. ലഹരിക്കെതിരായ സന്ദേശം നൽകുന്ന പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് +1 വിദ്യാർത്ഥിനിയായ അബിത പറഞ്ഞു. ലഹരിക്കെതിരെ പ്രവർത്തിക്കണം, ലഹരിക്കെതിരെ നമ്മൾ എപ്പോഴും ലഹരിക്കെതിരെ ആയിരിക്കണം. അതിനെ ബേസ് ചെയ്താണ് നമ്മളിപ്പോൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പലവരും പല ഐഡിയയിൽ ലഹരിക്കെതിരെ എങ്ങനെ വരയ്ക്കാമെന്നാണ് നമ്മളിപ്പോൾ ചെയ്തത്. 6 വയസ്സു മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളാണ് വർണ്ണചാർത്തിൽ പഠിക്കുന്നത്. 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന ഗൗരിയും പ്രാർത്ഥനയും ഉൾപ്പെടെയുള്ള കുരുന്നുകളും ലഹരിവിരുദ്ധ ചിത്രകലയിൽ പങ്കാളികളായി. ആ കുഞ്ഞുങ്ങൾക്ക് നമ്മളോട് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. I am a Tufan warrior. I will never use drugs. I want a drugs free India. ഒരു കുട്ടിയുടെ സൂചി പിടിച്ചോണ്ടിരിക്കുന്നു ടൊബാക്കോയ്ക്ക് എതിരെ. കുഞ്ഞുനാവുകളിൽ നിന്നുയരുന്ന സന്ദേശം ലക്ഷ്യമിടുന്നത് വലിയൊരു വിപത്തിനെയാണ്. ലഹരിയുടെ വിപത്തിൽ നിന്ന് യുവതലമുറ അകന്നു നിൽക്കണമെന്ന ശക്തമായ സന്ദേശമാണ് കുരുന്നുകൾ ചിത്രങ്ങളിലൂടെ പകർന്നു നൽകുന്നത്. ജനം, തിരുവനന്തപുരം.